ഇവിടെ എല്ലാവരും ഹോളി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗുജിയ ഇല്ലാണ്ട് എന്ത് ഹോളി നമുക്ക്? ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതും ഗുജിയ. അത് നോർത്ത് ഇന്ത്യയില് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ സ്വീറ്റാണ്. ഇത് മെയിൻലി നമ്മൾ ഇവിടെ കിട്ടുന്നത് ഹോളി, ദിവാലി പോലെയുള്ള ഫെസ്റ്റിവൽസിലാണ്. അപ്പൊ ഹോളി വരുവാണ്. അപ്പൊ മിക്ക വീടുകളിലും നമുക്ക് കാണാം അവര് ഗുജിയ ഉണ്ടാക്കുന്നുണ്ടാവും. പിന്നെ ഷോപ്സിലാണെങ്കിലും അതെ, എല്ലാ സ്വീറ്റ് ഷോപ്സിലും ഉണ്ടാവും ഗുജിയ. അപ്പൊ എല്ലാവരും ഹോളിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് ഗുജിയൊക്കെ ഉണ്ടാക്കി. ഇത് നമ്മുടെ സോമാസ് പോലെ ഉണ്ട്, പക്ഷെ ഫില്ലിംഗ് ഡിഫറെന്റ് ആണ്. ടേസ്റ്റ് സൂപ്പർ ആണ്. സോ ഈ വീഡിയോ ഫുള്ളായി കണ്ടു നോക്കൂ. ഈസിയായി വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഗുജിയ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് ഞാൻ ആദ്യം 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിലേക്ക് 2 സ്പൂൺ ഗീ ഇടുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് സോൾട്ടും കൂടി ഇടുന്നുണ്ട്. ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ടൈറ്റായി ഒരു ഡൗ ഉണ്ടാക്കണം. നന്നായിട്ട് സോഫ്റ്റും ആകരുത്, മീഡിയം ടൈറ്റ് ആയിരിക്കണം. പിന്നെ ഇത് കവർ ചെയ്ത് 15 to 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നട്ട്സ് ആണ്, ഞാൻ കാഷ്യൂം ബദാമാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് പൊടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു. നമുക്ക് ഇനി ഫില്ലിംഗ് റെഡിയാക്കണം. ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഖോയ. നമുക്ക് ഇത് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയ വീഡിയോ ഉണ്ട് എൻ്റെ ചാനലിൽ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണണം. നമുക്ക് ഖോയൊന്നും ശരിക്കും കേരളത്തിൽ അത്രയും അവൈലബിൾ അല്ല ഷോപ്സിൽ കിട്ടാൻ. അപ്പൊ ഇത് വീട്ടിൽ തന്നെ നമുക്ക് 10 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. എളുപ്പത്തിൽ നമുക്ക് ഖോയ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ 1 കപ്പ് ഖോയാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് കാഷ്യൂ ബദാം കട്ട് ചെയ്തു. പിന്നെ ഇപ്പൊ ഇട്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഇട്ടത്. അത് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഇലൈച്ചി പൗഡർ, ഏലക്കാപ്പൊടി. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നമ്മൾ അത് തണുക്കാൻ വെക്കണം. അത് കഴിഞ്ഞിട്ടേ നമുക്ക് പഞ്ചസാര പൊടി ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ 1/2 കപ്പ് പഞ്ചസാര പൊടി എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മധുരത്തിന്റെ അനുസരിച്ച്, നന്നായിട്ട് മധുരം ഇഷ്ടമുള്ളവർക്ക് എടുക്കാം 1/2 കപ്പ്, അല്ലാത്തവർക്ക് അതനുസരിച്ച് മധുരം എടുക്കാം. അപ്പൊ ഇത് ഞാൻ പഞ്ചസാര പൊടിച്ചേക്കുന്നതാണ്. അപ്പൊ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ആഡ് ചെയ്യാണ് ചെയ്തത്. അല്ലാണ്ട് ചൂട് ഇതിൽ തന്നെ ആഡ് ചെയ്തിട്ട് സ്റ്റിക്കി ആവും. അപ്പൊ അതുകൊണ്ട് ഇത് തണുത്തിട്ട് ഞാൻ പഞ്ചസാര പൊടിയും കൂടി അതിൽ ആഡ് ചെയ്തു. പിന്നെ ഇപ്പോ ഡൗ റെഡിയായി. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ഗുജിയ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഒരു സ്മോൾ ബോളാക്കി ചപ്പാത്തി പോലെ റോൾ ചെയ്യണം. അത് നന്നായിട്ട് തിന്നാവരുത്, നന്നായിട്ട് തിന്നാവാനും പാടില്ല. മീഡിയം തിക്നെസ് കൊണ്ട് നമുക്ക് അത് ഇത് ചപ്പാത്തി പോലെ പരത്താം. അതിപ്പോ കറക്റ്റ് റൗണ്ട് ആയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എന്തായാലും ആ ഗുജിയ മോൾഡ് ഉണ്ട്, അതിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഗുജിയ മോൾഡ്. അപ്പൊ ഇത് ഉള്ളവർക്ക് ഇങ്ങനെ നമുക്ക് ചെയ്യാം, ഇല്ലാത്തവർക്ക് നമുക്ക് അതിൽ തന്നെ ഫില്ല് ചെയ്തിട്ട് അതിനെ മടക്കി പിന്നെ ഫോർക്ക് വെച്ചിട്ട് അതിലേക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം നമുക്ക്. അത് നല്ല ഈസി മെത്തേഡ് തന്നെയാണ്. അപ്പൊ അതും വെച്ചിട്ട് നമുക്ക് ഗുജിയ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എന്റെ കയ്യില് ഗുജിയ മോൾഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഗുജിയ മോൾഡിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഗുജിയ. അപ്പൊ ഇതില് നമുക്ക് ആ ഫില്ലിംഗ് ആഡ് ചെയ്യാം. നടുക്കിലായിട്ട് തന്നെയാണ് അത് ഫില്ലിംഗ് ഇടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ എഡ്ജിലൊക്കെ ഒന്ന് വെള്ളം വെച്ചിട്ട് വെള്ളം അതില് തൊടിയിട്ടുണ്ട്.
നമുക്കത് ഫോൾഡ് ചെയ്യാം. നന്നായിട്ട് അതിനെ പ്രസ് ചെയ്ത് ചെയ്യണം. നന്നായിട്ട് ലീക്കാവാണ്ട് നോക്കണം. അത് അപ്പൊ ബാക്കിയുള്ള ഡൗ അതിന്ന് നമ്മൾ എടുത്ത് മാറ്റണം. അപ്പൊ ഇത് ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ചപ്പാത്തി പോലെ ചെറിയ ചെറിയ ഇതായിട്ട് സർക്കിളായിട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നടുക്കില് ഫില്ലിങ് ഇട്ടിട്ട് മടക്കി പിന്നെ ഡിസൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് ഡിസൈൻ കൊടുത്താൽ മതി. അപ്പൊ ഇതുപോലെ തന്നെ ഷേപ്പിൽ വരികയും ചെയ്യും. അപ്പൊ നമ്മളുടെ ഗുജിയ ഷേപ്പ് റെഡി ആയി കഴിഞ്ഞു. അപ്പൊ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇതില് മാവ അല്ലെ ഖോയന്റെ അതാണ് മെയിൻ മിക്സ് ഫില്ലിങ്. അപ്പൊ അതില് കോക്കനട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതൊക്കെ വരുമ്പോ അതിന്റെ ടേസ്റ്റ് നല്ലൊരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് തോന്നും. അത്രയും നല്ല ടേസ്റ്റ് ആണ് ഇത്. ഇതിപ്പോ എന്റെ മകനാണ് എന്നെ ഹെൽപ്പ് ചെയ്യണം. അവൻ പറഞ്ഞു അവൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനാണ് ഇതിപ്പോ ചെയ്യുന്നത്. ഗുജിയ ഉണ്ടാക്കിയത് അതിന് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. നമ്മള് എല്ലാം ഗുജിയ അത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മള് ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാം നമ്മളുടെ റെഡിയായി. അപ്പൊ നമുക്കിനി ഫ്രൈ ചെയ്യാം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാനില് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ ഞാൻ നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ടാവണു. അപ്പൊ തിളച്ചു. അപ്പൊ അതിലേക്ക് നമുക്ക് ഗുജിയ ഇടാം. അപ്പൊ അത് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഗുജിയ അത് സ്ലോ ആയിട്ട് അത് ഫ്രൈ ചെയ്യണം. അപ്പൊ മാത്രമേ അത് ക്രിസ്പായിട്ട് നമുക്ക് കിട്ടുള്ളൂ. നല്ല ഗോൾഡൻ കളറായിട്ട് വേണം. അതാവുമ്പോ നമുക്കത് റിമൂവ് ചെയ്യാം. അപ്പൊ നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ അതില് ഇപ്പൊ മൈദ ഇട്ടു, മൈദയുടെ കൂടെ തന്നെ കുറച്ച് റവയും കൂടി വേണമെങ്കിൽ ഇടാം നമുക്ക്. അപ്പൊ കുറച്ചും കൂടി ക്രിസ്പായിട്ട് അത് കിട്ടും. ചിലവര് അത് ഫില്ലിങ്ങിലും അതെ റവ ഫ്രൈ ചെയ്തിട്ട് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് ഫില്ലിങ്ങിൽ ഇടാറുണ്ട്. കുറച്ച് റവയും ഇടാറുണ്ട് അതിൽ. നമ്മളുടെ ഗോൾഡൻ കളർ ഗുജിയ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ഗുജിയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോ ഓയിൽ ഇഷ്ടമില്ല, ഓയിൽ ഫ്രൈ ചെയ്യണ്ടെന്നുള്ളവർക്ക് നമുക്ക് എയർ ഫ്രയറിലും കൂടി അത് ചെയ്യാം. വേണമെങ്കിൽ എയർ ഫ്രയറിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടത് അത് ആ ഗുജിയേന്റെ മുകളിൽ ആദ്യം ഞാൻ നെയ്യ് വെച്ചിട്ട് ഒന്ന് അതിനെ ഗുജിയുടെ മുകളിൽ പുരട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ നമുക്ക് ഓയിൽ വെച്ചിട്ടും അല്ലെങ്കിൽ കുറെ പേര് ഇവിടെ ഉള്ളവരൊക്കെ നെയ്യിലും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഗുജിയ. അങ്ങനെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ എയർ ഫ്രയറിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയാണ്. അതിൽ 10 മിനിറ്റ്സ് രണ്ട് സൈഡും 10 മിനിറ്റ്സ് വെച്ചിട്ട് നമ്മൾ എയർ ഫ്രൈ ചെയ്താൽ മതി. അപ്പൊ അത് വിത്തൗട്ട് ഓയിലും കൂടിയാവും. ഹെൽത്തി ഗുജിയ ആവശ്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇതും നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. അപ്പൊ ഇപ്പൊ രണ്ട് സൈഡും ഞാൻ എയർ ഫ്രൈ ചെയ്തു. അപ്പൊ ഇതുപോലെ ഗോൾഡൻ, അപ്പൊ ഇത് എയർ ഫ്രൈ ചെയ്ത് ഗോൾഡൻ കളറായി നല്ല ക്രിസ്പായും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് മൈദ യൂസ് ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ ആട്ടയും വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് പകരം 1 കപ്പ് ആട്ട എടുത്താൽ മതി. ബാക്കിയൊക്കെ സെയിം തന്നെ. അതിൽ കുറച്ച് റവയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ക്രിസ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ സെയിം തന്നെ. എന്നിട്ട് ആ ഫില്ലിങ്, അപ്പൊ ഞാൻ ഇതില് ഫില്ലിങ്ങിൽ ഞാൻ പഞ്ചസാരപ്പൊടി ഇട്ടിട്ടില്ല. അതില് പഞ്ചസാരപ്പൊടി ഇടാണ്ട് ഞാൻ ഫില്ലിംഗ് ആണ് ഇട്ടത്. അപ്പൊ ഇത് പഞ്ചസാര ലായനിയില് ഡിപ്പ് ചെയ്യാൻ
ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അങ്ങനെയും ഗുജിയ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഫില്ലിങ്ങിൽ നമ്മൾ മധുരം കൊടുക്കാണ്ടിരുന്നാൽ മതി, പഞ്ചസാര പൊടി ഇടാണ്ടിരുന്നാൽ മതി. എന്നിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് പഞ്ചസാര ലായനി ഉണ്ടാക്കാം നമുക്ക്. അപ്പൊ അതിന് കുറച്ച് വെള്ളം, ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി പഞ്ചസാര അലിഞ്ഞു കഴിഞ്ഞ് അത് സ്റ്റിക്കി പോലെ ആവണം. കുറച്ച് സ്റ്റിക്കി പോലെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ പഞ്ചസാര ലായനി റെഡി ആയി കഴിഞ്ഞു. നമുക്ക് അതിലേക്ക് ഗുജിയ ഇടാം. കുറച്ചു നേരം ഗുജിയ ഒരു സൈഡ് പഞ്ചസാര ലായനിയിൽ മുങ്ങി കിടക്കണം. അത് കഴിഞ്ഞിട്ട് മറിച്ചിടുക. അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ക്രിസ്പി നോർത്ത് ഇന്ത്യൻ ഗുജിയ റെഡിയായി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും